എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സാധനമാണ് പത്തിരി. ഇതാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് പത്തിരിയായി കിട്ടാനുള്ള പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിട്ടാണ് നമുക്ക് തോന്നാറ്. പക്ഷെ ശരിക്കും അങ്ങനൊന്നല്ല ചെയ്തു വന്നാൽ. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ദേശീയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പുട്ടാണ്. പുട്ടില്ലാത്ത അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ അത് ഇൻകംപ്ലീറ്റ് ആണ്. അങ്ങനെ നമ്മൾ പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ബീഫാണ് വെക്കാനുള്ളത്. ഇനി രാത്രിക്കത്തേക്ക് ഫുഡ് നമുക്ക് ആവശ്യമില്ല. ഈ ഒരു പത്തിരി മതി. വളരെ ലേറ്റായിട്ട് മാത്രമേ രാത്രി നമ്മൾ കഴിക്കാറുള്ളൂ. കൂട്ടത്തിൽ വല്ല സാലഡും ഉണ്ടെങ്കിൽ സമാധാനമായി. ഇനി ബീഫ് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന 2 ഉരുളക്കിഴങ്ങിൻ്റെ പീസ് എൻ്റെ മോൾക്ക് കഴിക്കാനുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിലേക്ക് ഇട്ടതാണ്. അവൾക്ക് ബീഫിലിട്ട ഉരുളക്കിഴങ്ങ് വലിയ ഇഷ്ടമാണ്. ബീഫ് അങ്ങനെ ചവച്ച് കഴിക്കാനുള്ളൊരു പല്ല് അവൾക്ക് വന്നിട്ടുമില്ല. അങ്ങനെ വെന്ത് വന്ന ബീഫിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കുറച്ചും കൂടെ ഉള്ളി മൂപ്പിച്ച് ഞാൻ ഇടുന്നുണ്ട്. നമുക്കുള്ള ഫുഡ് റെഡിയാക്കുന്നതിനിടയിൽ തന്നെ കുട്ടികൾക്കുള്ള ഫുഡും റെഡിയാക്കണം. അവർ സാധാരണ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കഴിച്ച് തുടങ്ങാത്തത് കൊണ്ട് അവർക്കിപ്പോഴും കുറുക്ക് തന്നെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ചധികം കായ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പാലിലോ ചൂടുവെള്ളത്തിലോ ഇട്ട് കുറുക്കി കൊടുത്താൽ അവർക്കുള്ള ഫുഡ് റെഡിയായി. എന്തായാലും ഒരു സൈഡിലൂടെ ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇനി ഞാൻ മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പോരല്ലോ, എൻ്റെ വീട്ടിലെ ചെടികളും കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോട്ടെ. എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചെടികൾക്കും കൂടെ കുറച്ച് വെള്ളം കൊടുത്താലേ എനിക്കൊരു സമാധാനം കിട്ടും. പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തണുത്ത വെള്ളം ചെടിക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആ ചെടിക്ക് കിട്ടുന്ന ഒരു ഉന്മേഷം എനിക്കും കൂടെ ഫീൽ ചെയ്യാറുണ്ട്.